ചേട്ടാ, ഞാൻ പഞ്ചായത്തിൽ നിന്നാണേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നേ. മോനെ, എനിക്കിപ്പം പേപ്പർ കിട്ടിയിട്ടുള്ളൂ. ഇത് ഉച്ചയോട് മുന്നേ വായിച്ചു തീർക്കേണ്ടതാ. എന്നിട്ട് വേണം എന്ത് എനിക്ക് ആകാശവാണി കേൾക്കണം. ഒരു കാര്യം ചെയ്യും, അവിടെ 2 പേരുണ്ട്, എന്നും അവിടെ കുത്തിരിക്കുന്നതാണ്. അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. ഞാൻ പഞ്ചായത്തിൽ നിന്നാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നാ. എന്താണ്? അതെ, ഇവിടെ ആരൊക്കെയാണ് ജോലിക്ക് പോകുന്നത്? ഇവിടെ എല്ലാവരും പ്രത്യേക രീതിയാ. ആണുങ്ങൾ ആരും ജോലിക്ക് പോകാറില്ല, പെണ്ണുങ്ങൾ മാത്രമേ പോകാറുള്ളൂ. അതെന്താ മനസ്സിലായില്ല. ഞങ്ങളാരും ഓഫീസിൽ പോകാറ്. വേണമെങ്കിൽ ഓഫീസ് ഇങ്ങോട്ട് വരട്ടെ, അതല്ലേ ഹീറോയിസം. അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അല്ല, അത് പിന്നെ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. വലിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇടപെടാറുള്ളൂ. ഈ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോ എന്താ, വീട്ടിൽ സാധനങ്ങൾ വാങ്ങുന്നത്, കുട്ടികളെ സ്കൂളിൽ വിടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ കാറ് വാങ്ങുന്നത്, വില്ല വാങ്ങുന്നതൊക്കെ നിങ്ങളായിരിക്കും അല്ലേ? ഈ കാർ വാങ്ങുന്നതും വില്ല വാങ്ങുന്നതും എല്ലാ പെണ്ണുങ്ങളാണ് തീരുമാനം എടുക്കുന്നത്. അതൊക്കെ ചെറുത്. ട്രിപ്പ് പോവായിരിക്കും അല്ലേ? എങ്ങനെ? അത് ചെറുതല്ലേ. പിന്നെ ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ ഇടപെടാറുള്ളൂ. ഈ ബൈഡൻ ഇലക്ഷൻ നീക്കണോ ഞങ്ങൾ പറഞ്ഞു പുള്ളി നിന്നിട്ട് പ്രായമായിട്ട് വേണ്ടെന്ന്. അന്നിട്ട് പത്രത്തിൽ വന്നു 2 ദിവസം തന്നെ വേണ്ടെന്നുള്ളത്. പിന്നെ രാഹുൽ ഗാന്ധി വയനാട് നിൽക്കണോ അമേരി മതിയോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു വയനാട് വിട്ടേക്ക്, പിറ്റേ ദിവസം അത് തീരുമാനമായില്ലേ. അതുപോലെയാണ് ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഇടപെടാറുള്ളൂ. ഏകദേശം എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. പിന്നെ പോളണ്ടിനെ പറ്റി ഇവിടെ ഒരു അക്ഷരം ഉണ്ടല്ലോ. അതെന്താ പോളണ്ടിനെ പറ്റി പറഞ്ഞ? പോളണ്ടിന്റെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ പഞ്ചായത്തിൽ നിന്നല്ലേ പറഞ്ഞേ? അപ്പൊ വീടിന്റെ നമ്പർ കിട്ടുമായിരിക്കും അല്ലേ? അതൊന്നും ഇവര് വിചാരിച്ചാൽ നടക്കില്ല. നമ്മുടെ വർഗീസ് ഭായി തന്നെ വിചാരിക്കണം. എന്നാ പിന്നെ വർഗീസിനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഓക്കെ. ഹലോ, വർഗീസ് ഭായ്, നമ്മുടെ നമ്പറിൻ്റെ കേസ് എന്തായി? ഓ ഓക്കെ ഓക്കെ ഓക്കെ, ശരി, സെറ്റ്, ബൈ. എന്തായി? പുള്ളി പറഞ്ഞു നാളെ സെറ്റാക്കി തരാം. അവിടുത്തെ മറ്റേ സൈനിങ് അതോറിറ്റി ഇല്ലേ, അവരെ നഖം മുറിഞ്ഞെന്നോ കയറിപ്പോയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. നാളെ സെറ്റാവും, കുഴപ്പമില്ല. പുള്ളിയല്ലേ നല്ല ടീമാണ്. മറ്റേ കല്ലേറ് പഠിച്ച ടീം വഴിക്ക് വരാത്ത പാർട്ടിയാണ്. നോക്കാം. അയ്യോ, അതെന്താ? അത് നമ്മുടെ രമേശല്ലേ. സതീശനൊന്നും കാണാനില്ലല്ലേ? എന്താണത്? ഇത് വെള്ളിക്കെട്ടനല്ലേ? എന്താണോ വെള്ളിക്കട? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതിവിടെ പാമ്പല്ലേ. അയ്യോ, എടാ പിള്ളേരെ, ആ രമേശൻ എടുത്തന്നെ കളഞ്ഞേക്ക്. സെക്രട്ടറി എങ്ങോട്ടാ ഈ ധൃതിയില്? ഗുഡ് മോർണിംഗ്. ഞാൻ ഓഫീസിൽ പോവാണ്. രാവിലെ നല്ല തിരക്കുണ്ട്. ഓഫീസിൽ പോകണം. കുറേ മെയിലർ വന്നിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇന്നത്തെ ബാക്കി സ്കെഡ്യൂളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം. അങ്ങനെ എന്നാൽ മാത്രം ആ 9 മണിയുടെ മീറ്റിങ്ങിന് എനിക്ക് കറക്റ്റായിട്ടൊന്ന് കയറാൻ പറ്റില്ല. എനിക്ക് കോൺസെൻട്രേഷൻ ആണ്. ഇതെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അപ്പം പരിപാടിക്കൊക്കെ പോട്ടെ. ഓക്കെ എന്നാ. മീറ്റിംഗ് ആണോ? 9 മണിയാകുമ്പോൾ പിന്നെ നമ്മൾ ട്രേഡിംഗ് ഗ്രൂപ്പിൽ മീറ്റിംഗ് ഉണ്ടല്ലോ, അത് ഉദ്ദേശിച്ചത്. ഓ, നമ്മുടെ മീറ്റിംഗ്. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ റോഡ് ശരിയാക്കേണ്ട ആശാനെ വക പരിപാടിക്ക് തന്നെ വിളിക്കരുത്. ഞാൻ ബിസിയാണ്. ഞാൻ കേട്ടില്ലേ, മെയില് കുന്തം എന്തൊക്കെ കാര്യം ട്രേഡിൻ്റെ ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ കൂടെ പോയില്ല. ആ പ്രസിഡന്റിനോട് വില പറയാൻ അവിടെ ചുമ്മാ ഇരിക്കും. മീറ്റിംഗ് എന്താണോ അതൊക്കെ ഇടും. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിന്ന് വൈകിട്ട് ഗ്രില്ല് സെറ്റ് ചെയ്താലോ? എന്ത് പറയുന്നു? അത് പറ, അങ്ങനെയല്ലേ, നല്ല കാര്യം വല്ലതും പറ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഗ്രില്ല് മാത്രം പോരാ, നമുക്കൊരു ബിരിയാണി വെച്ചാലോ? എങ്ങനെയുണ്ട്? അതുകൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ടേ, ഗ്രില്ലിന്റെ തീ ഞാൻ
നീ ഒന്നും ചെയ്യണ്ട. നീ ഒന്നിട്ട് എന്റെ ക്ഷീണിക്ക് മാറി വരുന്നവിടെ. പിന്നെ അത് അടയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെ വിളിക്കണം. അത് ശരിയാ, ആ പോയിന്റ് പറഞ്ഞ എന്തായാലും നന്നായി. അപ്പൊ ഈ ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു ചെമ്പും കൂടെ മേടിച്ചാലോ? അതാകുമ്പോ നമുക്ക് എല്ലാ ആഴ്ചയും ബിരിയാണി വെക്കാം. എന്താ ഇവിടെ എങ്ങനെയുണ്ട്? അത് കൊള്ളാം, പൊളി. പരിപാടി എന്ന് പറഞ്ഞായിരുന്നോ? പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡാൻസ് മസ്റ്റ് ആണ് കേട്ടോ. ഡാൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷം? ഡാൻസ് വേണം, ഡാൻസ് മസ്റ്റ് ആണ്. ഒരു ബേബി ഷവർ നടന്നിട്ട് എത്ര നാളായി? അതിനുള്ള പരിപാടി ഞാൻ സെറ്റാക്കാം. എന്ത്? അല്ല അതല്ല, പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്യാനാ. ഓ അങ്ങനെ. എന്നാ വാ, നമുക്ക് പോയി ഡാൻസ് കളിച്ചിട്ട് വരാം. വെറുതെ ഇനി സമയം കളയണ്ട. എന്നാ അവര് പോയി ഡാൻസ് ഓർഗനൈസ് ചെയ്യട്ടെ, നമുക്ക് 28 ഓർഗനൈസ് ചെയ്താലോ? ഗുഡ് ഐഡിയ, വാ പോവാം. എങ്ങോട്ടാ രാവിലെ ഒഴിഞ്ഞി കെട്ടി? ഞാൻ 28 കളിച്ചിട്ട് വരാം. ഇന്നിപ്പൊ പോണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ പോകുമെന്ന്. എന്നാ ഇന്ന് പോണ്ട. എന്താ ഞാൻ പോയാല്? പോട്ടെന്നല്ലേ പറഞ്ഞത്. വിടമാട്ടെ, ഇന്നലെയും വിടമാട്ടെ, മിനിഞ്ഞാന്ന് വിടമാട്ടെ. ഞാനിവിടെ പിള്ളേരെ നോക്കണം, അടുക്കള പണിയെടുക്കണം. പക്ഷെ എന്റെ എങ്കിലും പോകപ്പെടമാട്ടെ. അല്ല അല്ല ചേട്ടാ, പോയിക്കോ പോയിക്കോ. എന്തായാലും നമ്മുടെ അമ്മയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ടെർമിനലിൽ വരാല് നമ്മുടെ പച്ചപ്പും ഹരിതാപവും. ഓ, അതിന് ചേർന്നതാ വഴിയിൽ മുഴുവനുള്ള ഇലകൾ. എന്തോ വൃത്തികേടാ. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ മരത്തിന്റെ ഭംഗി തന്നെയാ. അത് ആരും വെട്ടാൻ പാടില്ല കേട്ടോ, അടിപൊളിയാ. അതെ അതെ, അത് ആരും വെട്ടാൻ പാടില്ല. പക്ഷെ ഒരു കാര്യമുണ്ടേ, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന മരം ഉണ്ടല്ലോ, വല്ലാണ്ടങ്ങ് വളർന്നു. പുഴുക്കളൊക്കെ കയറി വീടിന്റെ ഉള്ളിൽ വരെ പുഴുക്കളാണ്. അത് ശല്യമായി തുടങ്ങി. അത് കാരണം നിങ്ങളത് വെട്ടിയാലോന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങോട്ടല്ല. ഈ പുഴുന്ന് പറയുമ്പോ അത് ചുഴിയമ്പുഴമാണെങ്കിൽ അത് വില്ലാമണി നാവാനാണ് ചാൻസ്. പിന്നെ ഞങ്ങളുടെ മതിലൊക്കെ പൊളിഞ്ഞു തുടങ്ങിയേ, ഞങ്ങൾ എന്തായാലും വെട്ടും. അയ്യോ, നിങ്ങൾ വെട്ടല്ലേ? കൊള്ളാം. ഓ, ഇവരുടെ ഒരു ടെർമിനാലിയ. ഇതൊന്നും അല്ല ഇവിടെ ചെയ്യേണ്ടത്. എന്റെ കയ്യിലൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. നമ്മുടെ വില്ലയുടെ ലുക്ക് തന്നെ നമുക്ക് മാറ്റാം. നമുക്ക് ഈ സെക്യൂരിറ്റി ക്യാബിൻ പൊളിച്ചൊരു ഫൗണ്ടൈൻ വെച്ചാലോ? നല്ല കീഴിലുള്ള ലുക്കായിരിക്കും. ഓ, അത് പൊളിക്ക്. നമ്മുടെ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ, അത് തീരെ പോരാ. നമുക്ക് അത് മാറ്റിയിട്ട് ഒരു വലിയ ക്ലബ് ഹൗസ് പണിയണം. ആ, ഇതിന്റെ DIY മോഡലേ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്പോ, കാണട്ടെ. ഇതാണ് നമ്മുടെ പുതിയ ക്ലബ് ഹൗസ്. ഇതൊരു പൂള്, ഇതൊരു ജിമ്മ്, കോഫി ഷോപ്പ്, പാർട്ടി ഹാള്. ഓ, നമുക്കത് സുഖിക്കണം. എടാ വിജയ, നമുക്ക് എന്താ ഐഡിയ നേരത്തെ തോന്നാതിരുന്നേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. സാറേ, ഈ ഓണപരിപാടിക്ക് നമുക്കൊരു മന്ത്രിടുന്നത് എങ്ങനെ ഇരിക്കും? 3 കൂടും 50 ഷെയർ മേടിക്കാൻ ക്യാഷ് ഇല്ലാണ്ടിരിക്കുക. ഞാൻ അനുഭവിക്കാൻ കഷ്ടം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഷോളോ ഞാൻ കുടിക്കാറില്ല, അതറിയോ? അപ്പോഴാണ് ഓരോ പാഴ്ചലം കൊണ്ട് വരുന്നത്. ആ പോവാം. എന്റെ ദൈവമേ, ഇത്രയും ദരിദ്രവാസികളായ വില്ലക്കാരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ല, നിങ്ങളെ പഞ്ചായത്ത് വന്നല്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ല? എന്തപ്പോ കിരീടൊക്കെ വെച്ചിട്ട്? ഓണത്തിന് മാത്രം നിങ്ങളെ സന്ദർശിക്കാൻ വന്നതാണ്. പാതാളത്തിൽ നിന്ന് വിഷമിക്കുക. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സൗഹൃദവും കാണുമ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞ് പോവാൻ തോന്നി. ഞാൻ നിങ്ങളുടെ കൂടെ ഇനിയുള്ള കാലം എന്താ